കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് 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 എന്നോട് പറഞ്ഞു വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് കൃപയുടെ വലുപ്പത്തെ വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് എന്നെ അവൻ തെരഞ്ഞെടുത്തു. നിന്റെ വീട്ടിൽ നീ ആ വ്യക്തി, എന്റെ വീട്ടിൽ ഞാൻ ആ വ്യക്തി. നമ്മളെ അവൻ തെരഞ്ഞെടുത്തു. മാറി മാറി നിൽക്കട്ടെ, ഒതുങ്ങി ഒതുങ്ങി കൊടുക്കട്ടെ, മാറി മാറി നിൽക്കട്ടെ. എഴുതി പുറത്തു വാ. യേശു എന്നെ തെരഞ്ഞെടുത്തു, ക്രിസ്തു എന്നെ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ യേശുവിൽ തെരഞ്ഞെടുത്തു. തന്റെ കൃപയുടെ ധനത്തെ മഹാസ്നേഹം മഹാസ്നേഹം ഇതെന്തൊരു സ്നേഹമാ. ഇതിന്റെ പേരും മഹാസ്നേഹം. ഇതെന്തൊരു സ്നേഹമാ. ഇതിന്റെ പേര് മഹാസ്നേഹം. എന്തിനാ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്? തന്നേ കേരള യേശുവിന്റെ ജീവിതമുണ്ട്, സന്തോഷ ജീവിതമുണ്ട്. യേശുവിനൊരു ജീവിതമുണ്ട്. നിന്നെ അവൻ തെരഞ്ഞെടുത്തു. ആ ബ്രദർ നിന്നെ അവൻ തെരഞ്ഞെടുത്തു. വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് വരുകാലത്തിൽ കാണിക്കേണ്ടതിന് എന്നെ അവൻ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ സ്നേഹം, പരിധിയില്ലാത്ത സ്നേഹം, കവിഞ്ഞൊഴുകും സ്നേഹം, അതിനാൽ അവൻ തിരഞ്ഞെടുത്തു. എന്നെ അവൻ തിരഞ്ഞെടുത്തു. യേശു എന്നെ തിരഞ്ഞെടുത്തു. വരുകാലത്തിൽ കാണിക്കേണ്ടതിന് 2014 കാണിക്കേണ്ടതിന് 2013 കാണിക്കേണ്ടതിന്
കാണിക്കേണ്ടതിന്, അടുത്ത മാസം കാണിക്കേണ്ടതിന്, വരുന്ന വർഷം കാണിക്കേണ്ടതിന് എന്നെ യേശു തെരഞ്ഞെടുത്തു. യേശുവിനൊരു ജീവിതമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ വിശ്വസിക്കുന്നു ഇതിനു വേണ്ടിയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബ്രദറിനെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണോ? എന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത് മനസ്സിലായെങ്കിൽ ഇനി ഒതുങ്ങി കൊടുക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറ, നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റുകയില്ല, നിന്നെ ഓരോരുത്തർക്കും ഒതുക്കാൻ പറ്റുകയില്ല. നിന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ജയം. ഒതുക്കാൻ ശ്രമിക്കുന്നവരവിടെ ഒതുങ്ങിയിരിക്കത്തേ ഉള്ളൂ, നീ അങ്ങ് ഒതുങ്ങി. ഇത് വേറെ ടൈപ്പാ. യേശുവിന്റെ നാമത്തിൽ ജയം. ഇതിന് വേണ്ടിയാ. പിടിച്ചോ, ഇന്ന് പിടിച്ചോ. നീ എവിടെ പോയാലും, ഭൂമിയുടെ അറ്റത്തോളം പോയാലും, ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൽ പോയാലും, ഈ ഉറപ്പോടെ നീ ആ പട്ടണത്തിൽ കാലിലോട്ട് തന്റെ കൃപയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ എന്നെ ദൈവം അയക്കുന്നത്. സോണി എണീറ്റ്, സോണിയോട് പറയട്ടെ, എണീറ്റ്. എന്തിനാന്നറിയോ സോണിയെ യേശു രക്ഷിച്ചേ? എന്തിനാന്നറിയോ സോണിയെ യേശു രക്ഷിച്ചേ? ചുമ്മാ ഒരു രസത്തിനല്ല. മനസ്സിലായോ? ചുമ്മാ ഇരുന്നപ്പോ തോന്നി എന്നാ സോണിയെ രക്ഷിച്ചേക്കാം എന്ന് തോന്നിയിട്ട് ചുമ്മാ ഒരു രസത്തിന് യേശു രക്ഷിച്ചതല്ല. എന്തിനാ യേശു രക്ഷിച്ചെന്നറിയോ? വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ, തന്റെ ദാനത്തിന്റെ, കൃപ എന്ന വാക്കിന്റെ അർത്ഥം ദാനം, തന്റെ ദാനത്തിന്റെ, തന്നിലൂടെ കിട്ടുന്ന സൗജന്യ രക്ഷയുടെ വലുപ്പം നിന്റെ ആ ചുറ്റുപാടിൽ, നിന്റെ ആ ദേശത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് കാണിക്കാൻ വേണ്ടിയാ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു അഭിഷേകമൊന്നും വരേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു അഭിഷേകമൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഏതെങ്കിലും ഒരു ദൈവദാസൻ വന്ന്, ഒന്നാമത് മുടിയില്ല, ഇനി ഉള്ള മുടിയും കൂടെ പിടിച്ച് ഇളക്കി നിന്റെ തലയെ കൈ പിടിച്ചു മകനെന്നോ മകളെന്നോ ഒന്നും വിളിക്കേണ്ട ഗതികേട് നിനക്കില്ല. നിന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, ഓരോരുത്തരുടെ യേശുവിനെ പറയുമ്പോഴും അവരുടെ രോഗികളെ വിളിച്ച് പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുമ്പം തന്റെ കൃപയുടെ വലുപ്പത്തിൽ നിന്റെ കയ്യിലൂടെ ദൈവം വെളിപ്പെടുത്തും. ഓ, അതിനു വേണ്ടിയാ നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ് പോലും ഇനി വൈകരുത്. ഓ സ്തോത്രം. മടിച്ചൊന്ന് യേശുവിനെ മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാരും പറഞ്ഞേ ഇതിനു വേണ്ടിയാ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു സംശയവും ഇല്ല. എന്നെ ഞാൻ സോണിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി പറയാൻ കാര്യം എന്നറിയോ? കോപത്തിന്റെ മകനായിരുന്നു സോണി. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? പ്രമോദമായ പോളം ജോർജ് മുത്തൂറ്റ് വധക്കേസിലെ 11ാം പ്രതിയാ സോണി. കോപത്തിന്റെ മകൻ, തകർന്ന മനുഷ്യൻ, കാശിന് വേണ്ടി കയ്യും കാലും വെട്ടാൻ നടന്ന മനുഷ്യനാ. കഴിഞ്ഞ ആഴ്ച വരെ കരുണാസമനായ ദൈവത്തിന്റെ മഹാസ്നേഹം സോണിയെ തേടി വന്നുകൊണ്ടാ സോണി ഇന്നിവിടെ വന്നിരിക്കുന്നത്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. എന്തിനാ അവൻ സ്നേഹിച്ചത്? എന്തിനാ യേശു സ്നേഹിച്ചത്? തന്റെ കൃപയുടെ ധനത്തെ വരും ലോകങ്ങളിൽ, വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന്. സോണി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയണം, ഇനിയുള്ള സമയം എന്റെ സമയമാണ്, എന്റെ ടൈമായി, എന്റെ ടൈമായതിന് എന്നെ ഇതിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഇരുന്നത് സോണി ഇരിക്കുക. കരമടിച്ച് യേശുവിനെ ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും തിരിച്ചറിയും, ഇതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയില്ല. നിങ്ങൾ സൗഖ്യമാകാൻ വന്നിരിക്കുന്നവരാണെങ്കിൽ ഇന്നത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാവും. ഏത് പഴഞ്ചൻ രോഗവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കെട്ടുകെട്ടും. തന്റെ കൃപയുടെ വലിപ്പത്തിന്റെ മേളിൽ വാഴാൻ
ഒരു രോഗത്തിനും അധികാരമില്ല, ഒരു ശാപത്തിനും അധികാരമില്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. തന്റെ കൃപയുടെ വലുപ്പം കാണിക്കാൻ വേണ്ടി നിന്നെ ഒതുക്കി വെക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഒരു ശാപത്തിനും ഒരു രോഗത്തിനും ഒന്നിനും പറ്റത്തില്ല. നീ ഇന്ന് സടകുടഞ്ഞെഴുന്നിട്ടോ യേശുവിന്റെ നാമത്തിൽ വീര്യം പ്രാപിച്ചു. രോഗത്തോട് പറ, ഏ രോഗമേ ഇറങ്ങിപ്പോയ ശരീരം, ഇറങ്ങിപ്പോയ ശരീരം. ക്യാൻസറിനോട് പറ, വേറെ ആളെ നോക്ക്. ട്യൂമറിനോട് പറ, വേറെ ആളെ നോക്ക്. എന്നെ തെരഞ്ഞെടുക്കുന്നിരിക്കുന്നത് ക്യാൻസർ ചുമക്കാനല്ല, തന്റെ കൃപയുടെ വലുപ്പം ചുമക്കാൻ. ഓ സ്തോത്രം. ശാപം ചുമക്കാനല്ല എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പറഞ്ഞേ, ദാരിദ്ര്യം ചുമക്കാനല്ല എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ, പറഞ്ഞേ, തന്റെ കൃപയുടെ, യേശുവിന്റെ കൃപയുടെ, യകനെ മടി എന്നെ പറയാം, യേശുവിന്റെ കൃപയുടെ വലുപ്പത്തെ ചുമക്കാൻ എന്നെ തെരഞ്ഞെടുത്തു. യേശുവിന്റെ കൃപയുടെ, ഉറക്കെ പറ, യേശുവിന്റെ കൃപയുടെ വലുപ്പത്തെ ലോകത്തെ കാണിക്കാൻ അതിനുവേണ്ടി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുക്കുമെന്നല്ല, തെരഞ്ഞെടുത്തിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ എഴുന്നേറ്റ് നടന്ന യേശുവിന്റെ കൃപയുടെ വലുപ്പം ലോകത്തെ കാണിക്കും. നിങ്ങളുടെ വീൽ ചെയറിൽ ഇരിക്കുന്നവരോട് എനിക്ക് അതാ പറയാം, നിങ്ങൾ എഴുന്നേറ്റ് നടന്ന് യേശുവിന്റെ കൃപയുടെ വലിപ്പം നിങ്ങൾ ലോകത്തെ കാണിക്കും. ഇന്നലെ ആ കാലില് ജീവൻ വന്നിങ്ങനെ ചലിച്ചത് എത്ര വർഷങ്ങൾക്ക് ശേഷമായിരുന്നു? എന്നാ പറഞ്ഞേ? 8 വർഷത്തിന് ശേഷം ആ കാലങ്ങനെ ജീവൻ വന്ന് ചലിച്ചല്ലേ. വീൽ ചെയറിൽ വന്ന പേഷ്യന്റ് നിങ്ങൾ കണ്ടതല്ലേ ഇന്നലെ? 8 വർഷത്തിന് ശേഷം അവന്റെ കാല് ജീവൻ വന്ന് ചലിച്ചത്. കരമടിച്ചു യേശുവിന്റെ മഹത്വം. തന്റെ കൃപയുടെ വലിപ്പത്തെ ലോകത്തെ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്ന രോഗികളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളുടെ ഇടയിലോട്ട് വരിക. കർത്താവേ, യേശുവേ, ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? എനിക്കെന്തോ യേശുവിന് വേണ്ടി ചെയ്യാൻ പറ്റും? ഞാൻ കൈവച്ച രോഗികൾ സൗഖ്യമാവുമോ? ഞാൻ കൈവച്ച ഭൂതങ്ങൾ പുറത്താവുമോ? ഇതിനുവേണ്ടി എന്നെ നിയോഗിച്ചിട്ടുണ്ടോ? വാസ്തവമായി ഇങ്ങനെ 100 ചോദ്യങ്ങളായിട്ട് എന്നെ കേൾക്കുന്നവര് ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്നുണ്ട്. നാഥ, ഈ സമയത്ത് തന്നെ അവര് തിരിച്ചറിയട്ടെ, അതിക്രമങ്ങളിൽ ചത്തു കിടന്ന് അവരെ ജീവിപ്പിച്ചത്, മഹാസ്നേഹത്താൽ അവരെ കർത്താവ് ഉദ്ധരിച്ചത് ഏതോ ഒരു മൂലക്കിരുന്ന് കൈയടിച്ച് വിരിയാൻ വേണ്ടിയല്ല, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, കർത്താവിന്റെ സഭ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി നീ ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്നത് ഇപ്പൊ തന്നെ തിരിച്ചറിയുന്ന ഈ സെക്കൻഡിൽ തന്നെ അവരുടെ മേലിരിക്കുന്ന എല്ലാ സംശയത്തിന്റെ മൂടുപടങ്ങളും പൊട്ടിപ്പോണം. ഫ്രീ ആണ് യേശുവിന്റെ നാമത്തിൽ. ശരീരങ്ങൾ ഫ്രീ ആണ്, മനസ്സുകൾ ഫ്രീ ആണ്. അത്ഭുത സൗഖ്യം മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കേ. ജീസസ്. കൃപയിൻ അത്യന്ത ധനം. കൃപയിൻ അത്യന്ത ധനം. You don't know. Me also don't know. Come on. Jesus. തന്റെ കൃപയുടെ ജീസസ്. മോനറിയോടാ പാട്ട്? കൃപയിൻ അത്യന്ത ധനം. ഓക്കെ, പാട്ടറിയത്തില്ല. സ്വർഗത്തിൽ പോകുന്നു, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നുണ്ട്. കരമടിച്ചോ യേശുവിന്റെ മഹത്വം. നിങ്ങളുടെ ശരീരം സൗഖ്യമാക്കാൻ തയ്യാറാക്കി. നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടി യേശു ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നു. ഈ മിനിറ്റ്
രോഗികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ശ്രദ്ധയ്ക്ക് ദയവായി, നിങ്ങൾ രോഗികളാണ് എന്ന പരിജ്ഞാനം വിട്ടിട്ട്, നിങ്ങൾ രോഗികളാണെന്നുള്ള തിരിച്ചറിവ് വിട്ടിട്ട്, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് വിശ്വാസത്താൽ ഇപ്പോൾ പ്രവേശിക്കുക. രോഗികളായിട്ട് വന്നിരിക്കുന്നവർ രോഗമുള്ള സ്ഥലത്ത് കൈകളെ എടുത്തു വെക്കുക. കൈകളെ എടുത്തു വെക്കുക. കുരുട്ട് കണ്ണുകളെ, മുടന്ത കാലുകളെ, ചെകിടതയുള്ള ചെവികളെ, ക്യാൻസർ ബാധിച്ച ശരീരമേ, എന്റെ പേരിലോ എന്റെ നാമത്തിലോ അല്ല, യേശുവിന്റെ പേര്, യേശുവിന്റെ നാമത്തിൽ അത്യുച്ചത്തിൽ ഞാൻ പാടും കർത്താവേ. സഹോദര, നിന്റെ കാലുകൾക്ക് ജീവൻ വരും. എന്തു പറ്റി നിന്റെ കാലിന്? നട്ടലില് പൊട്ടിയിരിക്കുക. നാല് പൊട്ടലുണ്ടായിട്ട് കമ്പിയിട്ടിരിക്കുക. കമ്പിയിട്ട് സ്ക്രൂ ചെയ്ത് റീസെറ്റ് ചെയ്തിരിക്കുക. ഈ സമയത്ത് അരക്ക് കീഴ്പോട്ട് തളർന്നു പോയി. നിന്റെ കാലുകൾക്ക് ഇപ്പോഴേ യേശുവിന്റെ ജീവൻ തരിക. യേശുവിന്റെ ജീവൻ കർത്താവേ, പറയാനൊന്നുമില്ല. നീ ഇത് ചെയ്യുന്നതിനായി, നീ ചെയ്തു കഴിഞ്ഞത് ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പോൾ അറിയുന്നതിനായി ശക്തി പൊക്കിക്കേ, കാല് പൊക്കിക്കേ. കാല് പൊക്കിക്കേ. എത്ര നാളായി അരക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ട്? 1 വർഷം കഴിഞ്ഞ് കിടപ്പ. ജീസസ് ഇന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കും. നടക്കാൻ പറ്റുമെന്ന് ഇവന് ഉറപ്പാ. ഉറപ്പാ അല്ലേ? അതിനുവേണ്ടിയാ വന്നേ? എവിടുന്നാ വരുന്നേ? നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമം. യേശുവിന്റെ നാമത്തിൽ ഒന്നും സംഭവിക്കില്ല. വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? കാലിന് ബലം വരിക. ഈ നേരത്തതിൽ നിന്ന് എന്താ ഇപ്പൊ വ്യത്യാസം അനുഭവിക്കുന്നത്? പറ്റുന്നുണ്ട്. നടക്കാൻ തോന്നുക. ജീസസ് കരമണി യേശുവിനെ മഹത്വം.
ചെവി കേൾക്കാൻ പ്രയാസമുള്ളവർ യേശുവിനെ വിളിച്ചു. ഞങ്ങളുടെ ചെവി ഒന്ന് കേൾക്കും. ചെവിപ്പൊട്ടന്മാർ ഇവിടെ വന്നിട്ടുണ്ടോ? ചെവിപ്പൊട്ടന്മാർ വന്നിട്ടുണ്ടോ? ചെവി കേൾക്കുകയില്ലാത്തവർ വന്നിട്ടുണ്ടോ? ജീസസ്, യേശുവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. എന്നാ പറ്റി? കേക്കുവോ? ഇല്ല. എന്നാ ഇത് സംഭവിച്ചത്? ജന്മന ഇങ്ങനെയാണോ? 6 വയസ്സുള്ളപ്പോഴാ ചെവിയുടെ കേൾവി നഷ്ടം. 1 ജയിച്ച് 2 സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരിക. ഇത് യേശുവിന്റെ സമയം. ഇന്നിവിടെ ചെവി കേൾക്കട്ടെ. ഇന്നിവിടെ ചെവി കേൾക്കട്ടെ. തുറന്നു വാ. കരമടിച്ചോ? യേശുവിനെ സ്തുതിച്ച് കേൾക്കുന്നുണ്ട്? കേട്ടോ? കേട്ടു? കേട്ടോ? കേട്ടു? കരമടിച്ചോ? യേശുവിനെ ഡോക്ടർ എന്താ പറഞ്ഞേ? 100%. അങ്ങനെയാണോ പറഞ്ഞേ? ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? രേവതി. ആരത് ചെയ്യുന്നേ? ആരത് ചെയ്യുന്നേ? ഇന്ന് നിങ്ങൾ യേശുവെ എന്ന് വിളിക്കാം. നമുക്കില്ലാത്തതെന്ന് കർത്താവ് തിരിച്ചു തരും. ഇപ്പൊ തന്നെ ഈ മകളുടെ കണ്ണുനീര് യേശു കണ്ടു. നിന്റെ ആ കണ്ണുനീര് യേശു കണ്ടു. യേശു നിന്റെ കണ്ണുനീര് കണ്ടു. അവൻ നിന്നെ സ്നേഹിക്കുന്നു. നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഓ ജീസസ്. ഇന്നിവിടെ സൗഖ്യമാകേണ്ടവരെല്ലാം പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെ ശരീരത്തെ വന്ന് തൊടാതെ യേശു ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ ഇരുത്തിക്കും, ഇവിടെ ഇരുത്തിക്കും, ഇവിടെ ഇരുത്തിക്കും. इस नाम है वो नाम है मेरा यीशु मसीह. जिस नाम है जिंदगी, वो नाम है मेरा यीशु मसीह. यीशु नाम, यीशु नाम,
പ്രാർത്ഥിക്കുക. ഈ എന്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന നോക്കണേ, അവളുടെ മേലേക്ക് പവർ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ? Touch of Jesus. സൗഖ്യമാണ്. നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു സൗഖ്യമായത്. മകളെ കണ്ണു തുറക്കാം, കണ്ണു തുറക്കാം, കരമുയർത്തിക്കേ, ഇങ്ങോട്ട് നോക്കി. ഞാനീ പറയാൻ ശ്രദ്ധിച്ച് കേട്ടെ. ഈ സ്പോട്ടില് ഇതാ ഇവിടെ ഇവിടെ ഒന്ന് തൊട്ടേ, എവിടെ? ആ അവിടെ ഈ രണ്ട് ബ്രസ്റ്റിനും ഇടയിൽ ഇതാ ഇവിടെ ഒരു 0 ബൾബിന്റെ വലിപ്പമുള്ള, 0 ബൾബിനേക്കാൾ വലിപ്പമുള്ള, ഓൾമോസ്റ്റ് ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വലിപ്പമുള്ള ഒരു മുഴ നിനക്കവിടെ ഇരിപ്പുണ്ടെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ശരിയാണോ? ഈ സെക്കൻഡ് നിന്റെ കൈ അവിടുന്ന് എടുക്കുമ്പോ അതവിടെ കാണത്തില്ല. പവർ അവളുടെ മേലെ അടിക്കുന്നുണ്ട്. അവളെ പുറകെ പിടിച്ചോണം, മറിഞ്ഞ് പുറകോട്ട് പോയി. ഇവളെ വിട്ട് പുറത്തു പോകും. പിശാചേ, യേശുവിന്റെ നാമത്തിൽ നീ ഇവൾക്ക് നിക്ഷേപിച്ച മുഴ എടുത്തോണ്ട് പോകും. പോയിറങ്ങി യേശു. ജീസസ്. യേശുനാ Tanate Tantere Nirande. Oh Yesuna 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 Yesuna. Jesus name. Yesuna 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 Yesuna. അവളുടെ ആനന്ദം കണ്ടേ, അവളുടെ ആനന്ദം കണ്ടേ, അവളുടെ ആനന്ദം കണ്ടേ. നീ നിന്റെ കൈ കൊണ്ട് തപ്പി നോക്ക് കുഞ്ഞെ, നീ നിന്റെ കൈ കൊണ്ട് തപ്പി നോക്ക്. നീ കൊണ്ടുവന്ന സാധനം അവിടെ ഇരിപ്പുണ്ടോ തപ്പി നോക്ക്, തപ്പി നോക്ക്, തപ്പി നോക്ക്. രണ്ട് കൈ കൊണ്ട് നോക്ക്. ഇയാളോട് നോക്കണോ? ഇയാൾ വാ, എഴുന്നേറ്റ് വന്ന് നോക്ക് ചേച്ചി, ചേച്ചി നോക്ക്, നോക്ക്. അതവിടെ ഉണ്ടോ? അത് ഉറക്കെ ഉറക്കെ ഉണ്ടോ അതവിടെ? ഇത് നിമിത്തം ആരാ ഇത് ചെയ്തേ? യേശുവിനോട് എന്നാ പറയാൻ തോന്നുന്നേ? നീ വലിയ പ്രാണഭയത്തിലായിരുന്നല്ലേ ഇത് വെച്ച്? കേട്ടില്ല? ഇത് വെച്ചോണ്ട് തന്നെ ഞാൻ അധ്വാനം കയ്യാളായിട്ടാണ് ഞാൻ പോയി വന്നത്. എന്നാലും ഞാൻ മരുന്ന് വലിച്ച് പോകുമായിരുന്നു. ഇന്നലെ ഞാൻ അവിടത്തെ ഗ്രൗണ്ടിൽ വന്നപ്പോഴും പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് മരുന്ന് വലിക്കാതെ എന്റെ ശ്വാസം എനിക്ക് വിടാൻ. ഞാൻ 4 അടി നടക്കുമ്പോൾ എന്റെ ശ്വാസം അടഞ്ഞടഞ്ഞു പോകും. യേശുവിനെ വിളിച്ച്
ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ഒരു ഗ്രോത്ത് ഇങ്ങനെ അപ്രത്യക്ഷമാകുമെന്ന് വിശ്വസിച്ചായിരുന്നു? ഞാൻ ഇന്നലെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചു, ഇന്നത്തെ ഈ ടൗൺ ഹാളിൽ വരുമ്പോ എന്റെ യേശുവേ എനിക്ക് അത്ഭുതം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞാനിന്ന് വന്ന് എന്റെ അപ്പ നിങ്ങളാണോ ആ വ്യക്തി ഈ വലത്തെ തോളില് താഴേക്ക് തളർച്ച വന്നിട്ട് കൈ ഉയർത്താൻ കഴിയാത്ത നിലയിൽ ഒരു ഭാഗത്ത് തളർച്ച വന്നിരിക്കുന്ന ആ വ്യക്തി നിങ്ങളാണോ? ആണോ? ഏത് ഈ ഭാഗത്താണോ? ഈ കൈ പൊങ്ങത്തില്ല. എത്ര വർഷമായി ഇത് പൊങ്ങിയിട്ട്? അപ്പൊ തീരുമാനമാണോ അല്ലേ? വേണ്ടേ? നിങ്ങൾക്ക് എന്നാ ഒരു ഉണർവില്ലാത്ത? ഈ നിലയിൽ ഈ ഒരു സൈഡ് തളർന്നു പോയിട്ട് ഏത് ഹോസ്പിറ്റലാണ് ചികിത്സ ചെയ്തോണ്ടിരുന്നത്? നെയ്യാറ്റിങ്കര. ഏത് ഡോക്ടറാണ്? സുനിൽ കുമാർ ഡോക്ടർ. ഇതെങ്ങനെയാ ഇങ്ങനെ സംഭവിച്ചത്? സ്ട്രോക്ക് വന്നതാണോ? ചാരത്തിന്. ചാരം എന്ന് പറഞ്ഞാൽ അടുപ്പിലുണ്ടാകുന്ന വീടിന്റെ സൺഷൈഡ് വീണതാ. അതിന് ഉയരത്തിൽ കെട്ടിയിരുന്ന വീണതാ. രണ്ട് നിലയുടെ മേളിൽ നിന്ന് വീണതാ. ഇന്ന് വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ തളർച്ച മാറി ഈ കൈ കൊണ്ട് ജോലി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കൺവെൻഷൻ ഒന്നും പോകുന്ന ആളല്ലല്ലോ. അപ്പൊ എങ്ങനെയാ ഈ കൺവെൻഷന് വന്നേ? TV കണ്ടതാ. അപ്പൊ തോന്നിയോ വന്നാൽ എഴുന്നേറ്റ് നടക്കുമായിരിക്കും എന്ന്? തോന്നിയോ? ഇന്ന് യേശുവിന്റെ നാമത്തില് എഴുന്നേറ്റ് നടക്കണ്ടേ? പറഞ്ഞേ. 2 നിലയുടെ മേളിൽ നിന്ന് വീണാ. നിങ്ങൾ ചുമ്മാ ചാടിക്കേറി അതൊന്നും പറയരുത്. ഹലോ, 2 നിലയുടെ മേളിൽ നിന്ന് വീണതാ. നടക്കുമായിരിക്കും അല്ലേ? അല്ലേ? എങ്ങനെ? യേശുക്രിസ്തു നടത്തും. ഉറപ്പാ? ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വലുപ്പമുള്ള മുഴ പോവാങ്കിലാ പിന്നെ ഇയാൾ എഴുന്നേറ്റ് നടക്കാഴികയല്ലേ? അല്ലേ? ഇന്ന് ഞാൻ ഈ പ്രസംഗിച്ച വചനം ഇപ്പൊ പ്രാവർത്തികമാക്കാൻ പോവാ. എന്നെ യേശു തെരഞ്ഞെടുത്തിരിക്കുന്നത് തന്റെ കൃപയുടെ ധനം വെളിപ്പെടുത്താനാന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾ കൈവച്ചാൽ ഈ മനുഷ്യനെ ഇപ്പൊ എഴുന്നേറ്റ് നടക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് വാ. ഞാൻ കൈവച്ച സൗഖ്യമാവുന്നല്ല പറഞ്ഞേ. വാ സോണി, എഴുന്നേറ്റ് വാ. ഇത് 2 നിലയുടെ മേളിൽ നിന്ന് വീണതാ. 2 നിലയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. മേസ്തിരിയാണോ? മേസ്തിരിയാ. തേച്ചോണ്ടിരുന്നപ്പോഴാണ് കുതിരയുടെ മേളിൽ നിന്ന് വീണതാ അല്ലേ? കുതിര എന്ന് പറയുന്നത് ഇങ്ങനെ തടി അടിച്ചടിച്ചടിച്ചടിച്ച് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം എങ്ങനെയാ സോണി നടക്കുമായിരിക്കുമോ? തീരുമാനമായി? യേശുവിന്റെ നാമത്തിൽ സോണി, ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും വർക്ക് ചെയ്യാനില്ല. നീ ആരെന്ന് നോക്കിയിട്ടല്ല സൗഖ്യം, യേശു ആരെന്ന് നോക്കിയിട്ടാ സൗഖ്യം. അതുകൊണ്ട് തന്നെ നിന്റെ ഒരു യോഗ്യതയോ അയോഗ്യതയോ സൗഖ്യമോ സൗഖ്യമില്ലായ്മയ്ക്കോ മാനദണ്ഡോ അല്ല.
യേശുവാ സൗഖ്യമാക്കുന്നത്. സോണിക്ക് അറിയാലോ, കഴിഞ്ഞ ആഴ്ച വരെയുള്ള സോണി അല്ല ഇപ്പോൾ ഉള്ള സോണി. നീ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പൊ എഴുന്നേറ്റ് നടക്കും. ആരാ കൂടെ വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ? അവരെ കൊണ്ടുവന്നല്ലേ? യേശുവേ, ഈ മനുഷ്യന്റെ കൈകാല് പിടിച്ചോ 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 കേസ് പിടിച്ചു. 10 കൊല്ലമായി കൈ ഉയർന്നിട്ട്. ഈ കാലുകൾക്ക് ബലം വന്ന് നടന്നിട്ട് എത്രയും വർഷമായി. പറ എന്നാന്ന് വെച്ചാ പറഞ്ഞോ. അമിത ബലത്തോടുകൂടി ഇപ്പൊ ഈ ആളുകൾ എണീച്ച് ഓടി നടക്കുന്നത് ഇവിടെ ആക്കുന്നു. എണീറ്റോ, പണി കഴിഞ്ഞു. ഓ, കരമടിച്ചോ. യേശു 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 യേശു. 4 സ്റ്റെപ്പ് വെക്ക്, 4 സ്റ്റെപ്പ് വെക്ക്, 4 സ്റ്റെപ്പ് വെക്ക്. സ്റ്റെപ്പ് വെച്ച് നടക്ക്. 10 വർഷത്തിന് ശേഷം കൈ ഉയരുന്നു. കൈ ഉയർത്തിക്ക്, കൈ ഉയർത്തിക്ക്, കൈ ഉയർത്തിക്ക്. ഓ ജീസസ്. വർഷത്തിന് ശേഷമായി ഈ കൈ ഇതുപോലെ പൊങ്ങുന്നേ. കരമടിച്ചോ യേശുവിന്റെ മകത്വം. എന്നാ സംഭവിച്ചേ? ഇപ്പൊ എന്നാ സംഭവിച്ച കൈക്ക്? സോണി, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്താ? ഇതിനകത്ത് സ്പെഷ്യലിസ്റ്റുകളില്ല. കഴിഞ്ഞ ആഴ്ച വരെ കാലും കൈയും വെട്ടാൻ നടന്നവനാ സോണി. ഇപ്പൊ ഇത് പറയുമ്പോ ഒരു നാണല്ല. ആ സോണിയുടെ കയ്യിലൂടെ ഇത് നടന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലൂടെ എത്ര അധികം. എന്നെ സുശക്തം യേശുവെ പോലെ മറ്റാരുമില്ല. ദൈവം ചവിടിക്കോ, ചവിടിക്കോ. നടന്നേ നടന്നേ, എന്റെ കൂടെ നടന്നേ. മടക്കിക്ക്, മടക്കിക്ക്, മടക്കിക്ക്. കൊണ്ടാടി മടക്കി വിടുക. ദൈവം ദൈവം ശക്തൻ. എൻ ദൈവം ശക്തൻ. 1 2 3 4. യേശുവെ പോലെ മറ്റാരുമില്ല.
അമ്മയും കൂടെ ഉണ്ടെങ്കിലും ഞാൻ പാടത്തുള്ളൂ. അപ്പൊ അമ്മയും കൂടെ വന്ന് പാടണ്ടേ? പാടി 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 പാടി. നിങ്ങളാരും ഡാൻസ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ പോകും. ഞാനും ഭാര്യയും കൂടെ ഡാൻസ് ചെയ്ത് ഞങ്ങള് ലിറിക്സ് ഇവർക്ക് അറിയത്തില്ല. പാടി. എന്നേശു എനിക്കൊന്നു അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും. എന്നേശു എനിക്കൊന്നു അനുകൂലമായുണ്ടെങ്കിൽ എന്നേശു എനിക്കൊന്നു, എന്നേശു എനിക്കൊന്നു, എന്നേശു എനിക്കൊന്നു അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും. എന്നേശു എനിക്കൊന്നു അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും. എല്ലാവരും എന്നേശു എനിക്കൊന്നു, എന്നേശു എനിക്കൊന്നു അനുകൂലമായില്ലേ? പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? വായി തുറന്നു പാട്. എന്നേശു എനിക്കൊന്നു അനുകൂലമായുണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടും, നാം ആരെ പേടിക്കും. എന്നേശു എനിക്കൊന്നു അനുകൂലമായുണ്ടെങ്കിൽ ഞാനാരെ പേടിക്കും, ഞാനാരെ ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും. ഓക്കെ, ഞാനാരെ ഭയപ്പെടും, ഞാനാരെ
എന്നെ സ്വീകരിക്കുന്നു അനുകൂലമായുണ്ടെങ്കിൽ വെല്ലുവിളിച്ചു പറ. എന്നെ സ്വീകരിക്കുന്നു അനുകൂലമായുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ ഭയപ്പെടും. 1 2 2 3 ഇപ്പൊ ഉണ്ടല്ലോ ഭയങ്കര സൗഖ്യങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പോകും. നിങ്ങളുടെ ശരീരങ്ങൾ തയ്യാറായിക്കണം. ഈ മിനിറ്റുകളിൽ ഇല്ലാത്തതിനെ കർത്താവ് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. സൃഷ്ടിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ നടക്കും. സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ നടക്കും. യേശുവെ എന്ന് വിളിച്ചോ, യേശുവെ എന്ന് വിളിച്ചോ, യേശുവെ എന്ന് വിളിച്ചോ. നിങ്ങളുടെ 10 വർഷമായിട്ട് ചലിക്കാത്ത കൈ എന്ന് ചലിക്കും. നിങ്ങളുടെ 10 വർഷമായിട്ട് കേൾക്കാത്ത ചെവി എന്ന് കേൾക്കും. ജന്മന നഷ്ടപ്പെട്ടു ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും യേശുവിന്റെ നാമത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിപ്പോ വേഗത്തിൽ ആരും പിടിക്കാനില്ല. യേശുവിന്റെ നാമം ഒന്ന് കരമടിച്ചൊന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ചു.